ഒറ്റശിഖരം സീരിയലിലെ ലേറ്റസ്റ്റ് എപ്പിസോഡ് പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ മുകുന്ദനാണെങ്കിൽ ചികിത്സയ്ക്കായിട്ട് പോകുമ്പോൾ കല്ലുമോളെ ഏൽപ്പിക്കുന്നത് പ്രതാപന്റെയും കൃഷ്ണയുടെയും കയ്യിലാണ്. അവരാണെങ്കിൽ കല്ലുമോളെ പൊന്നുപോലെ നോക്കാമെന്നും പറയുന്നു. പക്ഷെ കൃഷ്ണയ്ക്കാണെങ്കിൽ കല്ലുമോളുടെ പിടിവാശിയിൽ പിടിച്ചു നിൽക്കാൻ കഴിയാതെ മറ്റൊരു തീരുമാനം എടുക്കുകയാണ്. അതായത് ജയദീപ എന്ന തൻ്റെ ഫ്രണ്ടിനോടൊപ്പം കല്ലുമോളെ പറഞ്ഞു വിടുക, അല്ലെങ്കിൽ നോക്കാനായിട്ട് ഏൽപ്പിക്കുക. അതിൻ്റെ ഭാഗമായിട്ട് കൃഷ്ണയാവട്ടെ ജയദീപയുടെ വീട്ടിലേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് ജയദേവിയോട് കാര്യങ്ങൾ പറയുന്നു. നിനക്കൊരു ജോലി തരാനുണ്ട്, എന്താണെന്നിങ്ങനെ ജയദേവ് ചോദിക്കും. ഒരു കുഞ്ഞിനെ നോക്കി വളർത്തണം. ഇത് കേട്ട് ജയദേവിയാണെങ്കിൽ കാര്യങ്ങളൊക്കെ അന്വേഷിക്കുന്നു. എന്തായാലും മുകുന്ദൻ അയക്കുന്ന പൈസ അത് സാലറി ആയിട്ട് ജയദേവിക്ക് കൊടുക്കാമെന്ന് കൃഷ്ണ വാക്ക് കൊടുക്കുകയാണ്. അങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഉറപ്പിച്ചതിന് ശേഷം അവരവിടെ നിന്നും ഇറങ്ങുന്നുണ്ട്. പിന്നീടാവട്ടെ മീനാക്ഷിയെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. മീനാക്ഷിയാണെങ്കിൽ തികച്ചും മാനസികമായിട്ടും ആരെയും തിരിച്ചറിയാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് തന്നെയാണ് വീട്ടിലേക്ക് വരുന്നത്. ഈ സമയം ആശാനാണെങ്കിൽ മീനാക്ഷിയെ കാണാനായിട്ട് എത്തുന്നുണ്ട്. മീനാക്ഷിക്ക് ആരെയും തന്നെ തിരിച്ചറിയുന്നില്ല. ആശാൻ ചോദിക്കുന്നുണ്ട് എന്താ കാര്യം, എന്ത് പറ്റിയെന്നൊക്കെ. ആശാനോട് മാത്രമായിട്ട് തുളസീധരൻ കാര്യങ്ങളൊക്കെ തന്നെ വെളിപ്പെടുത്തുന്നു. ഇത് കേട്ടിട്ട് ആശാൻ പറയുന്നുണ്ട്, ഇനി എന്ത് ചെയ്യും, കല്ലുമോൾ ഇവിടെ നിന്നും കൊണ്ടുപോയതിന് ശേഷം മീനാക്ഷി ഇങ്ങനെ ആയിപ്പോയല്ലോ, ഇനി നമുക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്നൊക്കെ ചോദിക്കുമ്പോൾ പ്രസന്റ് പറയുന്നുണ്ട്, മുക്കിലും മൂലയിലും അല്ലെങ്കിൽ എവിടെ ചെന്നാലും കല്ലുമോളുടെ പ്രസൻസ് മാത്രമേ ഉള്ളൂ. അവളൊത്തുള്ള സുന്ദരമായിട്ടുള്ള നിമിഷങ്ങളാണ് കണ്ണിൽ വിന്നിമായി മറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നൊക്കെ പറയുമ്പോൾ തുളസീധരനാണെങ്കിൽ ആശാന്റെ മുന്നിൽ പൊട്ടിക്കരയാണ്. എന്നിട്ട് പറയുന്നുണ്ട്, ഇങ്ങനെ ഇരിക്കുന്ന എൻ്റെ മീനാക്ഷിയെ കാണാനായിട്ട് എനിക്ക് പറ്റുന്നില്ല ആശാനെ, ഞാൻ ഇനി എന്ത് ചെയ്യുമെന്നൊക്കെ ചോദിക്കുമ്പോൾ ആശാനാണെങ്കിൽ തുളസീധരൻ്റെ ആ ഒരു അവസ്ഥയിൽ ഒരു വാക്കുപോലും മിണ്ടാനാവാതെ അങ്ങനെ തകർന്നിരിക്കുകയാണ്. മീനാക്ഷി ആവട്ടെ വീണ്ടും സ്വയബോധത്തിലേക്ക് എത്തുന്നുണ്ടെങ്കിലും കല്ലുമോളെക്കുറിച്ച് ആലോചിക്കുന്ന സമയത്ത് അവളുടെ എല്ലാ നിയന്ത്രണങ്ങളും വിട്ട് ആ ഒരു പഴയ അവസ്ഥയിലേക്ക് തന്നെ വരികയാണ്. എന്തായാലും കല്ലുമോളെ മുകുന്ദൻ അറിയാതെയാണ് കൈമാറാനായിട്ട് തീരുമാനിച്ചിരിക്കുന്നത്. അതൊന്നും അറിയാതെ തന്നെ മുകുന്ദനാണെങ്കിൽ കല്ലുമോളുടെ കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് വിളിക്കുന്നുണ്ട്. അച്ഛയുടെ പൊന്നുമോൾ എവിടെയെന്നൊക്കെ ചോദിക്കുമ്പോൾ മോളെ അച്ഛനോട് സംസാരിക്കുന്നൊക്കെ പറഞ്ഞ് കൃഷ്ണയും പ്രതാപനും കല്ലുമോളെ നിർബന്ധിക്കുന്നു. എന്തായാലും ഇനി ജയദീപയായിരിക്കും കല്ലുമോളെ നോക്കാനായിട്ട് എത്തുക. അപ്പോൾ കാത്തിരിക്കാൻ നമുക്ക് നാളത്തെ കിടിലൻ എപ്പിസോഡ്.